കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി 1000 നന്ദി യേശു രാജാവിന് അർപ്പിക്കുകയാണ്. ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് ഞങ്ങളെ പരമേൽപ്പിക്കപ്പെട്ട ഈ ശുശ്രൂഷയിലൂടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ജീവിതങ്ങൾ ഓരോ ദിവസവും ദൈവിക സന്ദേശത്തിലൂടെ ബലപ്പെടുന്നു, സൗഖ്യം പ്രാപിക്കുന്നു, വിടുതലയക്കുന്നു എന്ന് കേൾക്കുമ്പോൾ കർത്താവിന് മുഴുവനും മഹത്വവും അർപ്പിക്കുക. ഇതൊന്നും ഞങ്ങളുടെ കഴിവല്ല പ്രിയരെ, ദൈവം ഞങ്ങളെ നടത്തുന്ന വഴികളൊന്നു മാത്രമാണ്. യേശുവിനെ പ്രസംഗിക്കുമ്പോൾ, യേശുവിനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടക്കും എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. യേശുവിൻ്റെ സാന്നിധ്യം എവിടെയുണ്ടോ, യേശുവിൻ്റെ ശബ്ദം എവിടെ മുഴങ്ങുമോ അവിടെ ഭയങ്കര വിടുതലാണ് സംഭവിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ചർച്ചിലും അതുപോലുള്ള ദൈവസാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മീറ്റിങ്ങുകളിലും പരിശുദ്ധാത്മാവിൻ്റെ ആ നിറഞ്ഞ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് ഓർക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ പറയാൻ കഴിയും. തീർച്ചയായും സ്വർഗത്തിലെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തും, നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് നീക്കുപോക്ക് കർത്താവ് തരും. ഒരിക്കലും ദൈവം നിങ്ങളെ കൈവിടത്തില്ല. നിങ്ങളുടെ കൂടെ ആരുമില്ലെങ്കിലും യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ഒരിക്കലും യേശുവപ്പ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത്, നിങ്ങളുടെ ജോലിയിൽ വേണ്ടത് എല്ലാം യേശുവപ്പയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഭാരപ്പെടരുത്. എനിക്ക് ആരുമില്ലാന്ന് നിങ്ങൾ പറയരുത്. ഞാൻ ഒറ്റപ്പെട്ടു പോയെന്ന് പറയരുത്. എനിക്കങ്ങ് മരിച്ചാൽ മതി, അങ്ങനെയൊന്നും പറയല്ലോ കേട്ടോ. ഇതൊക്കെ സാത്താൻ മുതലെടുക്കുന്ന കാര്യങ്ങളാണ്. പിശാച് നോക്കിയിരിക്കുക നമ്മുടെ ഒരു പോയിന്റിനെ പിടിക്കാൻ വേണ്ടി. നമ്മുടെ വാക്കിൽ അല്ലെങ്കിൽ നാവിൽ നിന്ന് വരുന്ന ഒരു വാക്കിനെ പിടിച്ച് പിശാച് നമ്മോട് പോരാടും. അതുകൊണ്ട് ഒരു കാരണവശാലും പിശാചിന് എന്ത് ചെയ്യില്ല, ഇടം കൊടുക്കരുത്, അനുവദിക്കരുത്. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ എന്നും ഇരിക്കും. അത് നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് ഞാൻ ആരംഭത്തിൽ നിങ്ങളെ ഓർപ്പിക്കുക. ഇന്ന് പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന ചിന്ത നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യകാല ശുശ്രൂഷയുടെ അവസാന മണിക്കൂറുകളിൽ, ദിവസങ്ങളിൽ യേശു തൻ്റെ ശിഷ്യന്മാരുമായി സംസാരിച്ച ചില കാര്യങ്ങൾ, അവരെ ഉറപ്പിക്കുന്ന, വിശ്വാസികളെ അല്ലെങ്കിൽ ശിഷ്യന്മാരെ ഉറപ്പിക്കുന്ന, അവരുടെ വഴുതിപ്പോക്കലിനെ, അവരുടെ പിന്മാറ്റത്തെ ഒന്ന് ഉണർത്തിയിട്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. എനിക്കറിയാം ഈ സന്ദേശം നിങ്ങൾ നഷ്ടമാക്കരുത്. നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. യേശുവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് വരും. നിങ്ങളുടെ മനസ്സിനെ അത് ഭരിക്കും. നിങ്ങളുടെ ബന്ധനങ്ങൾ, കെട്ടുകൾ, പൈശാചിക ശക്തികൾ കർത്താവ് അഴിക്കും. യേശു നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിനാധാരമായി യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 32-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായിട്ട് വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. പിതാവ് എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല താനും. പിതാവ് എന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല താനും. ഈ വചനം നമ്മുടെ കർത്താവ് യേശുവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വചനമാണ്. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയും ഞാനത് പിതാവിനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ആ കാര്യം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ കാണാം. നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കണം. യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യം ഉണ്ടാകാൻ പറയണം. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കൊച്ചിനൊരു വഴി തുറക്കണമെന്ന് പറയണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയണം. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുമെന്ന് പറയണം. അങ്ങനെ യേശുവിൻ്റെ നാമം പറയുമ്പോൾ ഒരത്ഭുതം നടക്കും, അവിടെ ഒരു ചലനമുണ്ടാകും. നമ്മെ രക്ഷിക്കാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിൻ്റെ നാമമാണ്. യേശുവിൻ്റെ നാമത്തിന് മാത്രമേ നമ്മളെ വിടുവിക്കാൻ കഴിയൂ. മരിച്ച് മൺമറഞ്ഞു പോയവരുടെ നാമമോ
ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നവരുടെ നാമമോ ഉപയോഗിച്ചാൽ നമുക്കൊരു വിടുതൽ കിട്ടില്ല. നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല. നമ്മൾ പരാജയപ്പെട്ടു പോകും. നമ്മൾ ക്ഷീണിതരായി മാറും. എന്നാൽ പിതാവിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ വിഷയത്തിന് പരിഹാരം കിട്ടണമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെയും പുത്രനിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും എന്ന് വചനത്തിലില്ലേ? അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അപേക്ഷിക്കണം. ഇങ്ങനെ പല കാര്യങ്ങൾ യേശു കർത്താവ് പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നത്, പിതാവും താനും നിങ്ങളെ സ്നേഹിക്കുന്നു. നമ്മൾ ഈ ശിഷ്യന്മാരുടെ യേശു കർത്താവ് പറയുക, പിതാവും താനും, അല്ലെങ്കിൽ പിതാവും പുത്രനും ഈ ശിഷ്യന്മാരെ അല്ലെങ്കിൽ നമ്മളെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കർത്താവിൻ്റെ ആ അടക്കത്തെയും ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ഒക്കെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് യേശു കർത്താവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നീ ഇപ്പോൾ സാദൃശ്യം ഒന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു, നീ സകലതും അറിയുന്നു എന്ന്. ആമ നോക്കിക്കേ, സകലതും അറിയുന്നു. നീ ഇപ്പം സാദൃശ്യമൊന്നും എന്ത് ചെയ്യുന്നില്ല, സംസാരിക്കുന്നത്, സ്പഷ്ടമായിട്ട് സംസാരിക്കുക. അതിനർത്ഥം എന്താ? യേശു കർത്താവിൻ്റെ 3.5 വർഷത്തിൽ ശുശ്രൂഷ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, യേശു കർത്താവ് ഏതെങ്കിലും ഒരു കാര്യം സ്ഥാപിക്കപ്പെടുമ്പോൾ ഒരു ഉദാഹരണം കൂടെ എന്ത് ചെയ്യും? പറയും, ഒരു സാദൃശ്യം കൂടെ പറയും. ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ കടുകുമണിയെക്കുറിച്ച് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ വയലിൽ വീണ നിധിയെക്കുറിച്ച് പറഞ്ഞില്ലേ? ഇങ്ങനെ സാദൃശ്യങ്ങൾ പലതും പറയും. മനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുടിയനായ പുത്രൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഇതേപോലെ തന്നെ യേശു കർത്താവ് ഇവിടെ ഈ ഭാഗം പറയുമ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, നീ സാദൃശ്യമൊന്നും എന്ത് ചെയ്യുന്നില്ല, പറയുന്നത് അത് സ്പഷ്ടമായിട്ട് നീ പറയുക. എന്താണ് സ്പഷ്ടമായി പറഞ്ഞത്? അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. അത് 32-ാമത്തെ വാക്യത്തേക്കാണ്. നിങ്ങൾ ഓരോരുത്തരും താൻ്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു. കണ്ടോ? യേശു കർത്താവ് ഗെത്സമന തോട്ടത്തിൽ വെച്ച് ആ പടയാളിയുടെ കയ്യിൽ അകപ്പെടുന്നതിന് മുമ്പ് ശിഷ്യന്മാരുമായി കൂടിയിരിക്കുന്ന ആ സൗഹൃദ വലയത്തിനകത്തിരുന്നു കൊണ്ട് ഈ എല്ലാവരും ഉള്ള സമയം, ആരും ചേറിപ്പോകാതെ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എല്ലാവരും എന്തു ചെയ്യും? എന്നെ വിട്ടുപോകും. താൻ്റെ സ്വന്തത്തിലേക്ക് നിങ്ങൾ എന്തു ചെയ്യും? ചിതറിപ്പോകും. താൻ്റെ സ്വന്തത്തിലേക്ക്. യേശു കർത്താവിനെ പിടിച്ചു കൊണ്ടുപോയപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? ഒരു പടയാളിയുടെ കാതറുത്തിട്ടിട്ട് യേശുവിനെ വിട്ടിട്ട് ഓടിപ്പോയി. ഈ പത്രോസാണ് ഇതിനു മുമ്പ് പറഞ്ഞത്, കർത്താവായ യേശു യോന മത്സ്യത്തിൻ്റെ വയറ്റിലിരിക്കുന്ന പോലെ ദൈവപുത്രനും ഇരിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ഇവൻ പറഞ്ഞോ, അങ്ങനെ ഒരു ക്രൂശീകരണമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മരണമോ ഒന്നും സംഭവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു അവനെ മാറ്റി നിർത്തി ശാസിച്ചു. ആ പത്രോസ് പറഞ്ഞു, ഞാനുണ്ടെങ്കിൽ നിനക്കൊരു കേടും പറ്റത്തില്ലെന്ന് പറഞ്ഞ പത്രോസ് ഗെത്സമന തോട്ടത്തിൽ പടയാളികൾ യൂദാസുമായി വന്നപ്പോൾ ഒരു പടയാളിയുടെ കാത് അറുത്തിട്ട് എന്ത് ചെയ്തു? യേശുവിനെ വിട്ടിട്ട് പത്രോസ് ഓടിപ്പോയി. ഈ ഒറ്റ ഓട്ടത്തിൽ അവൻ പോയി. പിന്നീട് സംഭവിക്കുന്നത്, കോഴി കൂന്നതിന് മുമ്പ് 3 പ്രാവശ്യം യേശുവിനെ എന്ത് ചെയ്തു? തള്ളിപ്പറഞ്ഞു. അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് യേശു ക്രൂശിതനായി കഴിഞ്ഞപ്പോൾ, യേശു അടക്കം കഴിഞ്ഞപ്പോൾ പത്രോസ് എന്ത് ചെയ്തറിയാമോ? തിബിരിയാസ് കടലിൽ മീൻ പിടിക്കുവാനായി പഴയ ജോലിയിലേക്ക് പത്രോസ് തിരിഞ്ഞു. പഴയ അവൻ്റെ അവസ്ഥയിലേക്ക് തിരിഞ്ഞു. അതുമാത്രമല്ല, മുമ്പ് ഒരു മുക്കവനായി എങ്ങനെ ജഡികനായി ഒരു പത്രോസ് ജീവിച്ചോ അല്ലെങ്കിൽ പിന്മാറ്റത്തിൽ ജീവിച്ചോ അതേപോലെ ഒരവസ്ഥയിലേക്ക് യേശുവിനെ വിട്ട് ഇവൻ അകന്നുപോയി. യേശു ഇല്ലാത്തൊരു ജീവിതവുമായിട്ട് ഇപ്പോൾ കടലിൽ എന്ത് ചെയ്യുക? മത്സ്യം പിടിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇവിടെ നോക്കണം, യേശു കർത്താവ് ഈ ശിക്ഷ സൗഹൃദത്തിനകത്ത് നിന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്. ഇത് സംഭവിക്കുന്നതിന് മുമ്പ്, പത്രോസ് ഇട്ടിട്ട് പോകുന്നതിന് മുമ്പ്, കാതറുക്കുന്നതിന് മുമ്പ്
പഴയ പടകും പഴയ വലയും പത്രോസ് എടുത്ത് കടലിലേക്ക് പോകുന്നതിന് മുമ്പ്, ഒന്നുകൂടെ പറഞ്ഞാൽ യേശുവിനെ യൂദാസ് ഒറ്റിക്കൊടുക്കുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെല്ലാവരും 12 പേരും കൂടെ നിൽക്കുമ്പോൾ യേശു പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യും? താന്താൻ്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുമെന്ന്. വാസ്തവത്തിൽ അത് സംഭവിച്ചില്ലേ? പത്രോസ് തൻ്റെ സ്വന്തത്തിലേക്ക് എന്ത് ചെയ്തു? ചിതറിപ്പോയി. എന്താണ് തൻ്റെ സ്വന്തത്തിലേക്ക്? പഴയ ജോലിയിലേക്ക്, പഴയ ആചാരങ്ങളിലേക്ക്, പഴയ നിലവാരങ്ങളിലേക്ക് പത്രോസ് നീങ്ങിപ്പോയി. ഒപ്പം കൂടെയുള്ള സകലരും യേശുവിനെ വിട്ട് ചിതറിപ്പോയി. എല്ലാവരും ഭയന്നുപോയി, എല്ലാവരും 4 വഴിക്ക് പോയി. എന്നാൽ ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ യേശുവിൻ്റെ അമ്മയുടെ കൂടെ യോഹന്നാൻ മാത്രമേ ഉള്ളായിരുന്നു. പത്രോസോ അന്ത്രയോസോ മറ്റു ശിഷ്യന്മാരോ ഒന്നും യേശുവിൻ്റെ കൂടെയില്ല. എല്ലാവരും ചിതറിപ്പോയി. വചനത്തിൽ ഇങ്ങനെ പ്രവചനമുണ്ട്, ആ ഇടയനെ വെട്ടും, ആടുകൾ എന്തു ചെയ്യും? ചിതറിപ്പോകും. അങ്ങനെ പത്രോസും കൂട്ടരും അല്ലെങ്കിൽ മറ്റുള്ളവരും അവരുടെ സ്വന്തത്തിലേക്ക് അവർ തിരിഞ്ഞുപോയി. ഇവിടെ വായിക്കുകയാണ്, സ്വന്തം തിരിഞ്ഞു പോകുന്നൊരു കാലമുണ്ട്. എന്നാൽ യേശു ഈ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ നിങ്ങൾ വിട്ട് ചിതറി പോയാലും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വന്നുവിരിക്കുന്നു. കണ്ടോ? വരുമെന്നല്ല, വന്നുവിരിക്കുന്നു. അപ്പം അധികം താമസിക്കാതെ മണിക്കൂറുകൾക്കകത്ത് ഇത് സംഭവിക്കാൻ പോവുകയാണ്. ശിഷ്യന്മാർ താന്താങ്ങളുടെ സ്വന്തത്തിലേക്ക് തിരിയുന്നത്, യേശുവിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ പോവുകയാണ്. അതുകൊണ്ട് യേശു പറയും, അത് വന്നുമിരിക്കുന്നു. എന്നിട്ട് യേശു കർത്താവ് അവിടെ പറയുകയാണ്, വന്നുമിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുക, പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ലതാനും. കണ്ടോ? പിതാവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ആരല്ല? ഏകനല്ല. യേശു കർത്താവ് പറയുക, നിങ്ങളെല്ലാവരും നാളെ എന്നെ വിട്ടുപോകും. ഇന്ന് നിങ്ങൾ അപ്പം തിന്നു, അത്ഭുതം കണ്ടു, അടയാളം കണ്ടു, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സാദൃശ്യങ്ങൾ നിങ്ങൾ കേട്ടു, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള മെസ്സേജുകൾ നിങ്ങൾ കിട്ടി. പത്രോസേ, നിൻ്റെ അമ്മായിമ്മയുടെ പനി മാറി, അല്ലെങ്കിൽ പത്രോസേ നിൻ്റെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തി, അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പലരോടും പല നിലയിൽ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ആയിരുന്നു, ഇങ്ങനത്തെ ഈ നിലയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്നു, ഇതിനെല്ലാം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങളെ മാന്യമായിട്ട് നോക്കി പരിപാലിച്ചു, സുഖകരമായ ഒരു ക്രിസ്തീയ ജീവിതം ഞാൻ നിങ്ങൾക്ക് തന്നു. പക്ഷേ പ്രശ്നങ്ങൾ വന്നപ്പോൾ നിങ്ങളെല്ലാം ചെതറിപ്പോകും. നിങ്ങളാരും എൻ്റെ കൂടെ എന്ത് ചെയ്യത്തില്ല? കാണുകയില്ല. പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, എല്ലാം ഉള്ളപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ കാണും. പണമുള്ളപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ കാണും. സമ്പത്തുള്ളപ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും കാണും. ഒരു പ്രശ്നം വരട്ടെ, നിൻ്റെ ജീവിതത്തിൽ താഴ്ച വരട്ടെ, ഒരു പ്രതികൂലം വരട്ടെ, ഇന്ന് നിങ്ങളുടെ തോളെ കൈയിട്ട് നടക്കുന്ന, ഇന്ന് നിങ്ങളുടെ കൂടെ കിടന്ന് ഉറങ്ങുന്നവർ പോലും ഒരുപക്ഷെ നിൻ്റെ ഭാര്യയാകാം, ഭർത്താവാകാം, കുഞ്ഞുങ്ങളാകാം, നാളെ അവരാരും നിങ്ങളുടെ കൂടെ കാണണമെന്നില്ല, ചിതറിപ്പോകുന്ന അവസ്ഥയിലേക്ക് സംഭവിച്ചേക്കാം. യേശു കർത്താവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിലും സംഭവിച്ചതാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ കൊണ്ട് പറയാം, നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരാധിക്കുന്ന ആരാധനാലയത്തിലോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലോ നിങ്ങളുടെ കുടുംബക്കാരുടെ ഇടയിലോ നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ഭാരപ്പെടരുത്. യേശു കർത്താവ് ഒറ്റപ്പെടുകയോ വന്നുമിരിക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വഴിക്ക് പോകും. ഇന്ന് കാണുന്ന ഈ സന്തോഷമൊക്കെ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകും. ഞാൻ ഏകനായിരിക്കുന്നൊരു സമയമുണ്ട്. ഇന്നെനിക്ക് 12 പേർ എൻ്റെ കൂടെയുണ്ട്. എന്ത് കാര്യത്തിനും 3 ശിഷ്യന്മാർ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. പക്ഷെ ഒരെണ്ണവും എൻ്റെ കൂടെ ഇല്ലാത്തൊരു കാലഘട്ടം വന്നുമിരിക്കുന്നു. ഇനി അധികം താമസിക്കാതെ വരും. പക്ഷെ ഒരു കാര്യം യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, എന്താണ്? എന്നോട് കൂടെ എൻ്റെ പിതാവ് ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല. ഇന്ന് രാവിലെ എൻ്റെ പ്രിയ സഹോദര, ഞാൻ ആത്മമണ്ഡലത്തിൽ ഞാൻ ദൂത് പറയുകയാ, നീ ഏകയല്ല, നീ ഏകനല്ല. നീ തോന്നിയേക്കാം ഞാനെടുത്ത തീരുമാനം വർദ്ധാവായോ, ഞാനെടുത്ത എൻ്റെ ആ ഒരു കാഴ്ചപ്പാട് തെറ്റായി പോയോ, ഞാൻ പലരെയും സ്നേഹിച്ചു പക്ഷെ അവരെന്നെ തിരിച്ച് സ്നേഹിക്കുന്നില്ല, ഞാൻ പലരെയും കരുതി അവരെന്നെ തിരിച്ച് കരുതുന്നില്ല, അവരുടെ കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടതൊക്കെ ഞാനും എൻ്റെ കുടുംബം ചെയ്തു കൊടുത്തു. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാലഘട്ടം വന്നപ്പോൾ, എനിക്കൊരു ആവശ്യം വന്നപ്പോൾ അവരെല്ലാം ഓടി മാറി. ഇത് ലോകസഹജമാ പ്രിയരെ. ഓരോരുത്തരും നിൻ്റെ മുമ്പിൽ വന്ന് നിന്നെപ്പറ്റി പറയുന്ന അപവാദങ്ങളും വേദനകളും ഒക്കെ നീ സഹിക്കുമ്പോൾ, നീ ഒറ്റപ്പെട്ടു പോകുന്നു എന്നൊരു ചിന്ത നിന്നെ ഭരിക്കുന്നെങ്കിൽ,
ഇതാ വേദപുസ്തകത്തിൽ യേശു കർത്താവ് പറയുക, യേശു കർത്താവ് ഒറ്റയ്ക്ക് വരുന്ന സമയം വരുമ്പോൾ കർത്താവ് പറയുക, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. ഇന്ന് നമുക്കും പറയാൻ കഴിയുമോ? എനിക്ക് പറയാൻ കഴിയുമോ? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഞാൻ ഒറ്റയ്ക്കല്ല. ആരൊക്കെ എന്നെ വിട്ടുപോയാലും, ആരൊക്കെ എന്നെ മറന്നു കളഞ്ഞാലും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവർ എന്നെപ്പറ്റി കുറ്റവും അപവാദങ്ങളും പറഞ്ഞാലും, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്ന് തൻ്റെ ഇടത്തോടെ പറയാനും പ്രാർത്ഥിക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരനുഗ്രഹം കർത്താവ് തന്നിരിക്കും. എന്നാൽ ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല. ഇന്ന് രാവിലെ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് തുറന്ന് ദൈവത്തോട് പറ, കർത്താവേ, ഞാൻ ഏകനല്ല. ഈ സന്ദേശം കേൾക്കുന്നിടം വരെ ഞാൻ ചിന്തിച്ചു, ഞാൻ ഏകനാണ്. എനിക്ക് എൻ്റെ അപ്പൻ്റെ കൂടെയില്ല, അമ്മ എൻ്റെ കൂടെയില്ല, എൻ്റെ സഹോദരൻ എൻ്റെ കൂടെയില്ല, എൻ്റെ പ്രാർത്ഥനക്കാരൻ്റെ കൂടെയില്ല, എൻ്റെ പാസ്റ്റർ എൻ്റെ കൂടെയില്ല. ഞാൻ ഇന്നലകളിൽ സഹായിച്ച, എൻ്റെ കൈ അയച്ച് സഹായിച്ച, ഞാൻ കടം കൊടുത്ത് സഹായിച്ച, ഞാൻ ദാനം കൊടുത്ത് സഹായിച്ചവരാരും എൻ്റെ കൂടെയില്ല. ഞാൻ എടുത്തു വളർത്തിയവരും, ഞാൻ ഓമനിച്ചവരും, ഞാൻ ചുംബനം കൊടുത്തവരും ആരും എൻ്റെ കൂടെയില്ല. ഞാൻ ഒറ്റയ്ക്കാണ് എന്നാണ് ഞാൻ ഈ സമയം വരെ ചിന്തിച്ചത്. പക്ഷേ ഈ വചനത്തിൻ്റെ മുമ്പ് ഞാൻ വിശ്വസിക്കുന്നു, ആരൊക്കെ മാറിയാലും, ആരൊക്കെ ചിതറിപ്പോയാലും, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, യേശു എൻ്റെ കൂടെയുണ്ട്. ഓറാമ ശേഖരാധനലറവ വൈഡര ശമ്പൽ ഘടക പ്രൗഢവരാജ. ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ ചില കുടുംബങ്ങളെ നോക്കി ഞാൻ സ്ക്രീനിൽ കൂടെ കൈ ചൂണ്ടി ഞാൻ പറയുക, നീ ഒറ്റയ്ക്കല്ല കുഞ്ഞെ, നിന്റെ കൂടെ എൻ്റെ പിതാവുണ്ട്. യേശു പറയുക, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ പിതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. അങ്ങനെയെങ്കിൽ നിങ്ങളും യേശുവിനെ പോലെ ചങ്കത്ത് കൈവച്ച് പറയണം, ഈ പ്രതിസന്ധിക്കകത്ത്, ഈ താഴ്വരയ്ക്കകത്ത്, ഈ വേദനയ്ക്കകത്ത് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. നാളുകളിൽ നടക്കേണ്ട വിടുതൽ നടത്തുവാൻ എൻ്റെ കൂടെ ആരുമില്ലെങ്കിലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഒരു ബാങ്ക് മാനേജർ എൻ്റെ കൂടെ ഇല്ലെങ്കിലും, ഒരു ഏജൻസി എൻ്റെ കൂടെ ഇല്ലെങ്കിലും, ഒരു പലിശക്കാരൻ പോലും എൻ്റെ കൂടെ ഇല്ലെങ്കിലും, ഒരു സഹോദരൻ പോലും എൻ്റെ കൂടെ ഇല്ലെങ്കിലും, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ള പ്രിയപ്പെട്ട എത്ര പേരുണ്ട്? ചങ്കത്ത് കൈവച്ച് പറ, ഞാൻ ഏകനല്ല, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അവൻ എന്നെ കൈവിടത്തില്ല, അവൻ എന്നെ ഉപേക്ഷിക്കത്തില്ല. എൻ്റെ കുഞ്ഞിന് വേണ്ടത് അവൻ്റെ പക്കലുണ്ട്, എൻ്റെ മോക്ക് വേണ്ടത് അവൻ്റെ പക്കലുണ്ട്. എൻ്റെ കൊച്ചിൻ്റെ വിവാഹം നടക്കും, അത് ഭംഗിയായിട്ട് നടക്കും. എൻ്റെ ഭർത്താവിന് സൗഖ്യം കിട്ടും, അത് പൂർണ്ണ സൗഖ്യമായിരിക്കും. എൻ്റെ കുടുംബത്തിൽ അനർത്ഥം വഴിമാറിപ്പോകും. ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നോ അവരൊക്കെ എൻ്റെ ഈ പ്രതിസന്ധിയിൽ മാറിപ്പോയാലും എൻ്റെ പിതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു എന്ന് ധൈര്യത്തോടെ പ്രാർത്ഥിക്കും. പ്രിയരെ, ഇന്ന് രാവിലെ വചനത്തിന്റെ ശക്തി നിന്റെ ഹൃദയത്തിന്റെ പലക ഇടിച്ചു കയറുകയാണ്, നിന്റെ മനസ്സിലേക്ക് അത് ഉരുണ്ടു കയറുകയാണ്, നിന്നെ ബലപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സന്ദേശത്തിന്റെ ആദ്യം പറഞ്ഞത്, ചില കുടുംബങ്ങളിൽ, ചില വ്യക്തികളിൽ ഇന്ന് പകൽക്കാലം ഉറപ്പും ധൈര്യവും തരുന്ന വചനമാണ് ഈ വചനം. നിങ്ങളും ആമേൻ കളയരുത്, കേൾക്കാതെ ഇരിക്കരുത് എന്ന് പറഞ്ഞത്. ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, ഞാനും പിതാവും നിങ്ങളെ സ്നേഹിക്കുന്നു. അതാണ് 27 വാക്യത്തിൽ, യോഹന്നാൻ 16:27 വാക്യത്തിൽ പറയുന്നു, ഞാനും പിതാവും നിന്നെ സ്നേഹിക്കുന്നു. പക്ഷെ ഇവിടെ എന്താണ്? പ്രശ്നങ്ങൾ വരുമ്പോൾ ഓരോരുത്തൻ താന്താൻ്റെ സ്വന്തത്തിലേക്ക് എന്ത് ചെയ്യും? ചിതറിപ്പോകും. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും. പത്രോസേ, നീ പഴയ പടകെടുക്കും, വലയെടുക്കും. അന്ത്രയോസേ, നീ നിന്റെ വഴിക്ക് പോകും. ആമേൻ, ഹല്ലേലൂയ. ഈ ശിഷ്യന്മാരെല്ലാവരും മാറിപ്പോകുമ്പോൾ യേശു പറയുകയാണ്, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. പക്ഷേ യേശു ആ വാക്ക് പറഞ്ഞിട്ട് അവിടുന്ന് പിൻവാങ്ങിപ്പോകുകയല്ല. എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചൊരു വാക്യം 33 വാക്യമാണ്. യേശു ആ ശിഷ്യന്മാരെ നോക്കി ചതിയ, വഞ്ചകരെ എന്നൊന്നും വിളിച്ചില്ല. നമ്മുടെ കൂടെ നിന്ന ഒരാൾ പെട്ടെന്ന് നമ്മളെ ധിക്കരിച്ച്, നമ്മളെ ചതിച്ച്, നമ്മളെ വാക്ക് പറഞ്ഞ്, നമ്മളെ വേദനിപ്പിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ആ മനുഷ്യരെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. നമ്മൾ ചിന്തിക്കുകയോ, ഞാൻ എന്തിനാ ഇവരെ സ്നേഹിച്ച്, എന്തിനാ ഞാൻ കരുതിയേ, എന്തിനാ ഞാൻ കൂടെ കൊണ്ട് നടന്നേ എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ വരും, അല്ലേ? അങ്ങനല്ലേ മനുഷ്യ സഹജം. പക്ഷേ യേശുവിനെ നോക്കിക്കേ, യേശുവിടെ ഉള്ളു തുറന്നു പറയുകയാ, നിങ്ങളാരും എൻ്റെ കൂടെ നാളെ എൻ്റെ കഷ്ടതയിൽ, എൻ്റെ വേദനയിൽ, ഞാൻ ക്രൂശിൽ കയറുമ്പോൾ, ഞാൻ ക്രൂശുമായി നടക്കുമ്പോൾ,
ഞാൻ പീലാത്തോസിൻ്റെ കൽത്തളങ്ങളിൽ അടി വാങ്ങുമ്പോൾ, ഞാൻ ചാട്ട കൊണ്ട് അടി വാങ്ങുമ്പോൾ, എൻ്റെ മുഖത്തെ രോമം പിച്ചിപ്പറിക്കുമ്പോൾ, അവിടെ കാർക്കിച്ച് തുപ്പുമ്പോൾ, കോലുകൊണ്ട് തലയ്ക്കടിക്കുമ്പോൾ, കറുത്ത തുണി വെച്ച് കണ്ണെ കെട്ടി എന്നെ അപമാനിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ, തലയിൽ മുൾക്കിരീടം വയ്ക്കുമ്പോൾ, ഈ കാണുന്ന അപ്പം തിന്ന ശിഷ്യന്മാരെ നിങ്ങളാരും എൻ്റെ കൂടെ കാണത്തില്ല. നിങ്ങളെല്ലാം താങ്കളുടെ വഴിക്ക് പോകും. ഓ യേശുപ്പ, എത്രമാത്രം സാദൃശ്യമില്ലാതെ ഓപ്പണായിട്ട് പറയുക ഈ വാക്കുകൾ. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറയുന്നു, നിങ്ങളൊക്കെ മാറിപ്പോയാലും, ഇന്ന് മല കയറുമ്പോഴും, പള്ളിയിൽ പോകുമ്പോഴും, സെമിത്തേരി പോകുമ്പോഴും, പ്രഭാഷണത്തിന് വേണ്ടി ഇരിക്കുമ്പോഴും, പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ കൂടെ കാണും. പടക് കയറുമ്പോഴും അക്കരയ്ക്ക് പോകുമ്പോഴൊക്കെ നിങ്ങൾ എൻ്റെ കൂടെ കാണും. പക്ഷേ എൻ്റെ അനർത്ഥങ്ങളിൽ നിങ്ങൾ ചിതറിപ്പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. പക്ഷെ ഒരു കാര്യം യേശു കർത്താവ് പറയുക, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്തിനാണ് കർത്താവ് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകണം, നിങ്ങൾ തകർന്നു പോകരുത്. കഴിഞ്ഞ 3.5 വർഷം നിങ്ങൾ എൻ്റെ കൂടെ ജീവിച്ചതാണ്, ഞാൻ തന്ന അപ്പം ഭക്ഷിച്ചതാണ്, ഞാൻ തന്ന വചനം നിങ്ങൾ സ്വീകരിച്ചവരാണ്, നിങ്ങൾ ശക്തി പ്രാപിച്ചവരാണ്. നാളെ നിങ്ങൾ നിത്യതയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങളുടെ ഉള്ളിൽ സമാധാനം വരണം. നിങ്ങളുടെ ഉള്ളിൽ സമാധാനത്തിന് പകരം കയ്പും വിദ്വേഷവും പകയും പിണക്കവും ഒക്കെ കൊണ്ടു നിറയ്ക്കാൻ പിശാച് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കും. പക്ഷെ അതിനകത്ത് നിങ്ങൾക്കൊരു സമാധാനം വേണമെങ്കിൽ സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ വേദനയോടുകൂടെ ചില വിഷയങ്ങൾ എന്നോട് പറഞ്ഞു. എൻ്റെ പാസ്റ്ററെ, അവരൊക്കെ എന്നെ ഇങ്ങനെയാണ് പറയുന്നത്, ആ വ്യക്തി എന്നെ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്, എനിക്കെങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയത്തില്ല, ഞാൻ ഒത്തിരി ഭാരത്തിലാണ്. ഞാൻ ചോദിച്ചു, ആരാ പറഞ്ഞേ? അത് ഇന്ന ആളാണ് പറഞ്ഞേ. ഞാൻ പറഞ്ഞു, ആ ആളാണ് ഏറ്റവും വലിയ തെറ്റുകാരി അല്ലെങ്കിൽ തെറ്റ് ചെയ്ത വ്യക്തി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, അതെന്താ? ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞ ആ തെറ്റ് നിങ്ങളെ നോക്കി പറഞ്ഞത്, മറ്റൊരാൾ പറഞ്ഞ കാര്യം പറഞ്ഞത് നിങ്ങളുള്ള സ്നേഹം കൊണ്ടല്ല. നിങ്ങളെ കലക്കണം, നിങ്ങളെ ദൈവകൃപയിൽ നിന്ന് പറിച്ചെറിയണം, നിങ്ങളെ ആത്മീയ മേഖലയിൽ നിന്ന് നിങ്ങളെ നശിപ്പിക്കണം, നിങ്ങളുടെ നന്മകളെ പിശാച് കളയണം. അത് ആഗ്രഹിച്ചിട്ടാണ് അവിടെ കണ്ട കാര്യം നിങ്ങളോട് വന്ന് പറഞ്ഞത്. അല്ലാതെ എൻ്റെ അമ്മാമ്മേ, എൻ്റെ മോളെ, എൻ്റെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഓടി വന്ന് നിങ്ങളെപ്പറ്റി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു വരുന്ന ആ ഏജൻസി ഉണ്ടല്ലോ, പിശാചിൻ്റെ ഏജൻസിയാണ്. അത് പിശാചിൻ്റെ ഏജൻസിയാണ്. അത് നിങ്ങളുള്ള സ്നേഹം കൊണ്ടല്ല പറയുന്നേ. ഇന്ന് പകൽ ആരോടോ ദൈവാത്മ പറയുക, അവിടെ കേട്ടത് ഇവിടെ കേട്ടതൊക്കെ വന്ന് നിങ്ങളോട് വലിയ ഡീസൻ്റായിട്ട് വന്ന് അമ്മാമ്മയെ, ചേച്ചി, ചേട്ടാ എന്നൊക്കെ വിളിച്ച് നിങ്ങളോട് പറയുമ്പോൾ ഓർത്തോണം, അവർ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല പറയുന്നത്. നിന്നെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞിട്ട് നിന്നെ ഒരു പ്രാർത്ഥനയില്ലാത്ത വ്യക്തിയാക്കി മാറ്റാനും അപ്പോൾ തന്നെ നിൻ്റെ നന്മകളെല്ലാം പിശാച് ഒതുക്കാൻ വേണ്ടി വരുന്ന ഒരു തന്ത്രമാണ്. സ്നേഹം കൊണ്ടല്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ ഇവിടെയും കേട്ട കാര്യം നിങ്ങളുടെ ചെവി വന്ന് പറയത്തില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. അവർ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെന്തെങ്കിലും പറയുന്നത് അവരുടെ കാതി നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ കാതി കേട്ടാൽ അവരതിനെ മറച്ചു വെച്ചിട്ട് നിങ്ങളുടെ കയ്യിലത് കൊണ്ടുതരാതെ നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും. അതാണ് സ്നേഹത്തിൻ്റെ ആഴം. അല്ലാതെ അവിടെ ഇവിടെയും കേൾക്കുന്ന കാര്യം നിങ്ങളുടെ കൈ കൊണ്ട് തന്നിട്ട് നിങ്ങളുടെ മനസ്സിനെ മുറിപ്പെടുത്തി നിങ്ങളുടെ ഹൃദയത്തെ കലക്കി നിങ്ങളുടെ കണ്ണുനീര് വന്ന് പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, പള്ളിയിൽ പോകുന്നില്ല, ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ ഒറ്റപ്പെടുത്തുന്നത് നിങ്ങളുടെ സ്നേഹം കൊണ്ടല്ല, നിങ്ങളുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, ഇനി നിങ്ങൾ അവർക്ക് ചെവി കൊടുക്കാതിരുന്നാൽ മതി. നിങ്ങൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക. ഞാൻ ഈ ഭാഗം ചിന്തിച്ച് വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ പറയാം, നിങ്ങൾ ഒറ്റപ്പെടുന്നു എന്നും നിങ്ങൾ അനാഥരാകുന്നു എന്നും തോന്നുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെട്ടു പോകും, നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകും. പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, പിന്നെ ആരാധിക്കാൻ പറ്റത്തില്ല, പിന്നെ പള്ളിയിൽ പോകാൻ തോന്നത്തില്ല, പിന്നെ കൂട്ടായ്മയ്ക്ക് ചെല്ലാൻ പറ്റത്തില്ല, ജോലി ചെയ്യാൻ പറ്റത്തില്ല, വീടിനകത്ത് സ്വസ്ഥമായി ഉറങ്ങാൻ പോലും പറ്റത്തില്ല. പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ആ കുറവുകൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ കൂടെ ചേർന്ന് എന്ത് ചെയ്യും?
നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. കർത്താവേ, ആ സഹോദരി തെറ്റിപ്പോകല്ലേ, ആ സഹോദരൻ തെറ്റിപ്പോകല്ലേ. ജീവിതത്തിലല്ല, ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോകല്ലേ, കൃപയിൽ നിന്ന് തെറ്റിപ്പോകല്ലേ, അവരുടെ ജീവൻ ആത്മാവ് നഷ്ടപ്പെട്ടു പോകല്ലേ. അതാണ് സ്നേഹത്തിൻ്റെ ആഴമെന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, യേശുവിനെ നോക്കൂ, യേശു കർത്താവിനെ നോക്കൂ. യേശു കർത്താവ് പറയുക, നിങ്ങളെല്ലാവരും നിങ്ങളുടെ താന്താങ്ങൾ നിങ്ങളുടെ വഴിയിൽ നിങ്ങൾ ചിതറിപ്പോകും, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വഴിക്ക് പോകും. ഞാൻ ഒറ്റയ്ക്കാകുന്നൊരു സമയമുണ്ട്, പക്ഷെ അന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. എന്നിട്ട് പറയുക, ഞാനിത് നിങ്ങളോട് പറയുന്നതിന് അറിയാമോ, നിങ്ങൾക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയാണ്, നാളെ നിങ്ങളുടെ ജീവൻ നശിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് യേശു പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്. എങ്കിലും ധൈര്യപ്പെടുവീൻ. യേശു പറയുക, എങ്കിലും ധൈര്യപ്പെടുവീൻ. എന്തിനാ കർത്താവ് പറഞ്ഞ്? ഞാൻ ലോകത്തെ സ്നേഹിക്കുന്നു. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് പ്രിയരെ. ഈ ലോകത്തിലുള്ളവർ നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറയും. ഈ ലോകം നിങ്ങളെക്കുറിച്ച് ഏഷണികൾ പറയും. ഈ ലോകം നിങ്ങളെക്കുറിച്ച് അനർത്ഥങ്ങൾ നിരൂപിക്കും. ഈ ലോകം നിങ്ങൾക്കെതിരെ നിൽക്കും, നിങ്ങളെ നശിപ്പിക്കാൻ നോക്കും. പക്ഷേ യേശു ഈ ലോകത്തെ ജയിച്ചത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും തോക്കത്തില്ല. യേശു നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ലോകത്തെ അല്ല നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കണം. ഞാൻ ഇന്ന് കർത്താവിൻ്റെ ആത്മാവിൽ ഇന്ന് പകൽ ഇങ്ങനെ പറയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിനെ നിന്ദിച്ച ഒരു ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? രക്ഷകനെ അപമാനിച്ച ലോകത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ കർത്താവല്ലല്ലോ. നമ്മളെ ഈ ലോകം നിന്ദിക്കുമ്പോൾ തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക. നമ്മളെ അപമാനിക്കുമ്പോൾ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക. നമ്മൾ ദൈവസന്നിധിയിൽ പറയണം, കർത്താവേ, അങ്ങൻ്റെ കൂടെ ഉണ്ട്. ഇന്ന് രാവിലെ വേദപുസ്തകം പറയുക, എന്നോട് കൂടെ എൻ്റെ പിതാവ് ഉണ്ട്. പക്ഷേ ഗെത്സമനയിൽ വന്നപ്പോൾ പിതാവ് ഉണ്ടായിരുന്നോ? ഗെത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശു കർത്താവ് പറയുക, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്ത് ചെയ്യാം? എന്നിൽ നീക്കണമേ. പിതാവ് തന്നെ കൈവിട്ടു. യേശു ഒറ്റയ്ക്കായൊരു സമയമുണ്ട്. കണ്ടോ, ദൈവം പോലും കൈവിട്ട, പിതാവ് പോലും കൈവിട്ട ഒരു സമയം യേശുവിനുണ്ടായിരുന്നു. പക്ഷേ പിതാവ് കൈവിട്ടു എന്ന് തോന്നിയപ്പോൾ യേശു കരയുകയായിരുന്നു. എന്നെ കൈവിട്ടതെന്ത്? പിതാവേ, നീ എന്നെ കൈവിട്ടതെന്ത്? സകലത് നിവൃത്തിയായി എന്നും പറഞ്ഞ് കർത്താവ് തൻ്റെ പ്രാണനെ ഒരമ്മയുടെ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ, ഒരു അമ്മയുടെ കയ്യിലൊരു കുഞ്ഞ് ഇരുന്ന് ശാന്തമായി ഉറങ്ങുന്ന കണ്ടിട്ടില്ലേ? എന്നുപോലെ ആ കാൽവറിയിൽ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ആ സ്വന്തത്തോളോട് തോള് ചായിച്ച എൻ്റെ പിതാവ് പുത്രൻ അവിടെ കിടക്കുകയാണ്. ഇന്ന് രാവിലെ ആത്മാവി പറയാം, ഭാരപ്പെടരുത്. ലോകത്ത് നിങ്ങൾ കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കണം. കർത്താവിൻ്റെ കൂടെയുള്ളവരെല്ലാം അവരുടെ സ്വന്തമായ താന്താങ്ങളുടെ വഴിയിൽ പോയപ്പോൾ തൻ്റെ കൂടെ പിതാവ് മാത്രമേ ഉള്ളായിരുന്നു. ഇന്ന് രാവിലെ എന്നോട് പറയാം, നിങ്ങളുടെ കൂടെ കർത്താവ് മാത്രമേ ഉള്ളൂ. പ്രിയ സഹോദര, സഹോദരി, ഇങ്ങോട്ട് നോക്കിക്കേ, കർത്താവ് മാത്രമേ നിങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്ന് ചിരിച്ചു വരുന്നവരെല്ലാം നിങ്ങളുടെ നാശം കാണാനാണ്. നിങ്ങളുടെ തോളെ കൈയിട്ട് നടക്കുന്നവരും പലതും നിങ്ങളെക്കുറിച്ച് പറയുന്നെല്ലാം നിങ്ങളുടെ നാശം കാണാനാണ്. ഒരു പക്ഷേ നിങ്ങൾ അതിനകത്ത് വീണു പോകരുത്. ആ ചക്രവാക്കിനകത്ത് നിങ്ങൾ വീണു പോകരുത്. ആ മോഹന വാഗ്ദാനത്തിനകത്ത് വീണു പോകരുത്. മറ്റുള്ളവർ പറഞ്ഞതും അവിടെ കേട്ടതും ഇവിടെ കേട്ടതും മറ്റ് പല കാര്യങ്ങളും കുറ്റമായി നിങ്ങളുടെ കാതുകളിൽ ആരെങ്കിലും കൊണ്ടുതരുന്നെങ്കിൽ, ഓ പിശാചേ എന്ന് പറഞ്ഞ് മാറി നിങ്ങൾ ആ വഴിക്കൊന്ന് മാറണം. അത് നിങ്ങളുടെ നല്ലതിനല്ല, നിങ്ങളുടെ സ്നേഹം കൊണ്ടല്ല. നിങ്ങളുടെ സ്നേഹം കൊണ്ടാണെങ്കിൽ നിങ്ങളുടെ കൂടെ കണ്ടാനേ. യേശുവിൻ്റെ ശിഷ്യന്മാർ താന്താങ്ങളുടെ വഴിക്ക് പോയി, പിതാവും പുത്രനും മാത്രം നിന്നൊരു സമയമുണ്ട്. എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ പുത്രൻ്റെ പിതാവും കൂടെ കൈവിട്ടൊരു സമയമുണ്ട്. അതാണ് ക്രിസ്തീയ ജീവിതം. ദൈവം കൂടെയുണ്ടെന്ന് യേശു ചിന്തിച്ചു. പക്ഷേ ആ കർത്താവിൻ്റെ മുമ്പിൽ പിതാവ് പോലും മുഖം തിരിച്ചു. പുത്രൻ തന്നെ നിന്നൊരു സമയമുണ്ട്, തന്നെ നിന്നൊരു ഗതസമനയുണ്ട്, തന്നെ നിന്ന ഒരു മണിക്കൂറുകളുണ്ട്. ഒരു രാത്രി മുഴുവനും യേശുവിനെ പല കോടതികളിൽ മാറി മാറി വിധിച്ചിട്ട് ഒരു കുറ്റവും കാണാതെ വന്നപ്പോൾ, ക്രൂരകൃത്യം ചെയ്ത ബർബാസിനെ വിട്ടുതരിക, ക്രിസ്തുവിനെ ക്രൂശിക്കുക എന്ന് ഈ ലോകം വിളിച്ചു പറഞ്ഞപ്പോൾ, ഈ ലോകത്തിൽ യേശു കഷ്ടത്തെ സഹിച്ചു. അതുകൊണ്ട് യേശു പറയുക, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, ധൈര്യപ്പെട്. യേശു പറയാം, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ ആരോടോ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു. എനിക്കറിയാം, ഞാൻ ഈ സംസാരിച്ച ദൂതുകൾ ആരുടെയൊക്കെ ഹൃദയങ്ങളിൽ സ്പർശിച്ചിട്ടുണ്ട്. ആരുടെയൊക്കെയോ ജീവിതത്തിലൊരു ഉറപ്പ് ദൈവം നൽകിയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരു ഉറപ്പ്.
അതുകൊണ്ട് ദൈവാത്മാ പറയുന്നു, യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ഏകനല്ല, നിങ്ങളെയും അനാഥരായി ഞാൻ വിടുകയില്ല. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സന്ദേശം ആരോടൊക്കെയോ ആഴമായി ദൈവം ഇടപെട്ടിട്ടുണ്ട്. കർത്താവ് ആരെയൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട്. ഈ പ്രഭാതത്തിൽ ചങ്ക് തകർന്ന് ഈ മെസ്സേജ് കേട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ കൂടെ കർത്താവ് ഉണ്ടെന്നൊരു ഉറപ്പ് ദൈവം കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം. ദൈവം അവരെ മാനിക്കണേ അപ്പാ, ദൈവം അവരെ സഹായിക്കണമേ അപ്പാ, ദൈവം അവരെ വിശുദ്ധീകരിക്കണമേ അപ്പാ, ദൈവം അവരെ ശുദ്ധീകരിക്കണമേ അപ്പാ. അവിടുത്തെ കരങ്ങളിൽ നന്ദിയുള്ള ഹൃദയത്തിൽ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പോരുകളും ബന്ധനങ്ങളും പൈശാചിക ശക്തികളും കെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. യേശുവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, അങ്ങ് ഞങ്ങളെ അനാഥരായി വിടുകയില്ലല്ലോ. ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, ഞങ്ങൾ ധൈര്യപ്പെടാൻ പറഞ്ഞ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, ഈ സന്ദേശം നിങ്ങൾക്ക് സന്തോഷമായെങ്കിൽ, നിങ്ങളോട് ദൈവം സംസാരിച്ചു എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുക. ഈ പ്രവർത്തനത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക, മറ്റുള്ളവരെ പരിചയപ്പെടുത്തുക. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഹൃദയസ്പർശിയായ ദൈവിക ദൂതുകൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും. കേൾക്കാതെ പോകരുത്. എല്ലാ ദിവസവും 6 മണിക്ക് ഗ്രേസ് TV ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ഒരു അനുഗ്രഹമായിരിക്കും. ദൈവം നിങ്ങളോട് സംസാരിക്കും. ഇന്ന് നിങ്ങൾ കേട്ടത് ഒരു പ്രവചനമാണ്. ദൈവം നിങ്ങളെ ഉറപ്പിച്ചതാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് യേശു നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. യേശു പറഞ്ഞു, ഞാനും ഒറ്റയ്ക്കല്ല, എൻ്റെ പിതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ, ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു പറഞ്ഞതുപോലെ നമ്മളും ലോകത്തെ ജയിക്കും. ഭാരപ്പെടേണ്ട, ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് കൂടെയുണ്ട്. അവനെ മാത്രം നോക്കിയാൽ മതി. ഈ ലോകം നിങ്ങൾക്ക് അനുകൂലമല്ല, കർത്താവ് നിങ്ങൾക്ക് അനുകൂലമാണ്. ആമേൻ.